നേരിട്ടെത്തി ജി സുധാകരനെ കാണുകയുണ്ടായി. അതിനുശേഷം തന്നെ പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ മണ്ണിടിച്ചിൽ, വീടുകൾ മണ്ണിനടിയിലായി. ഒരു കുടുംബത്തിലെ 7 പേർ കുടുങ്ങിക്കിടക്കുന്നു. ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി. AP നദീറയുണ്ട് വിവരങ്ങൾ നൽകാൻ. നദീറ, നിലവിലെ സാഹചര്യങ്ങൾ എന്താണ്? ഈ 7 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ലഭിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ ഇപ്പോൾ? റോഷ്നി, ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ, വീടിനകത്തേക്ക് മണ്ണ് ഇടിഞ്ഞു വന്നിരിക്കുകയാണ്. ഇതിന്റെ പുറകുവശത്തൊരു മലയാണുള്ളത്, അണ്ണാമല എന്ന് പറയും. ഈ മലയിൽ നിന്നാണ് വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും കല്ലുമൊക്കെ ഉരുണ്ട് വീടുകളിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത്. വെള്ളം ഒഴുകുന്നതുമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിനകത്ത് 7 പേർ പെട്ടുപോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ ഇപ്പോൾ കാണുന്നില്ല. അവരെ ഇപ്പോൾ തിരച്ചിൽ നടത്തിയപ്പോഴൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. അവരുടെ മൊബൈലിൽ വിളിക്കുമ്പോൾ നോട്ട് റീച്ചബിൾ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് പെട്ട് കാണുമെന്ന് തന്നെയുള്ള അനുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ ദുരന്ത നിവാരണ സേന ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ എന്നവർ പരിശോധിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ ഈ വീടിനടുത്ത് എത്തിയിരുന്നു. പക്ഷെ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ദുരന്ത നിവാരണ സേനയെ വിവരം അറിയിച്ചത്. അവർ വന്നിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ പെയ്ത മഴയാണ് ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇതിന്റെ പുറകുവശത്തുള്ള മല ഇടിഞ്ഞ് മുഴുവനായി ഇതിന്റെ പുറകുവശത്ത്, വീടിന്റെ പുറകുവശത്ത് വരുന്ന ജനലിലൂടെയും വാതിലിലൂടെയും ഒക്കെ തള്ളി തുറന്ന് അകത്തേക്ക് അത്രയും മൺകൂന വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ സമയം ആളുകൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവരുടെ അയൽവാസികളായ ആളുകളൊക്കെ പറയുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇവരെ കുറിച്ച് ലഭിക്കാത്തതിനെ തുടർന്ന് ആദ്യം പരിസരത്തൊക്കെ പരിശോധന നടത്തി നോക്കി. അതിനുശേഷം അവരെ മൊബൈൽ ഫോണിലും ബന്ധപ്പെട്ട് നോക്കി. ഇത് രണ്ടും നടക്കാതായതോടെയാണ് ഇതിനകത്ത് ഇവർ പെട്ടിട്ടുണ്ട് എന്ന ആളുകൾ നിഗമനത്തിലേക്ക് എത്തിയതും പോലീസിനെ വിവരം അറിയിച്ചതും. ശരി നദീറ, എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 7 പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ്. ഏറ്റവും ഒടുവിലായി തമിഴ്നാട് തിരുവണ്ണാമലയിലാണ് ഈ സംഭവം. നദീറയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.